നമുക്കൊരു ധ്യാനിപ്പാൻ സഭാപ്രസംഗ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 11-ാമത് വചനം. സഭാപ്രസംഗ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 11-ാമത് വചനം. ജ്ഞാനികളുടെ വചനങ്ങൾ മുടിക്കോൽ പോലെയും സഭ അധികന്മാരുടെ വാക്കുകൾ തറച്ചിരിക്കുന്ന ആണികൾ പോലെയും ആകുന്നു. അവ ഒരു ഇടയനാൽ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുക്കുക. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണം. ഞങ്ങളോട് അങ്ങ് കൃത്യമായി സംസാരിക്കണം. അടിയനെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. സ്വയമായി ഒരു വാക്കുപോലും സംസാരിക്കാൻ അനുവദിക്കണം. പരിശുദ്ധാത്മാവടിയന്റെ നാവിനോട് ഇടപെടുന്നത് കേൾക്കുന്നവർക്ക് ആശ്വാസം പകരുവാൻ, വിടുതൽ വെളിപ്പെടുവാൻ ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടുന്നു. അങ്ങയുടെ ശക്തി വചനത്തിലൂടെ ഞങ്ങൾ അനുഭവിച്ചറിയട്ടെ. അവിടുത്തെ കൃപ കൊണ്ട് നിറയട്ടെ. സഭാപ്രസംഗയുടെ പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. ജ്ഞാനികളുടെ വചനങ്ങൾ മുടിങ്കോൽ പോലെ. എന്താണ് ഈ മുടിങ്കോൽ എന്ന് പറയുന്നത്? ആടുകളെ മേയ്ക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരൊറ്റ കൂർത്ത വടിയാണ് മുടിങ്കോൽ. അത് ആടുകളെ ശരിയായ പാതയിൽ നടത്തുന്നത്. വേദപുസ്തകവാക്യം പറയുന്നത് ദൈവത്തിന്റെ അഭിഷക്തന്മാരുടെ വാക്കുകൾ നേരായ പാതയിൽ നമ്മെ നടത്തുന്നത്. അതാണ് ജ്ഞാനിയുടെ വചനങ്ങൾ മുടിങ്കോൽ പോലെ എന്ന സഭാപ്രസംഗി സലോമോൻ ജ്ഞാനി ഓർപ്പിക്കുന്നു. 23-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിക്കുമ്പോൾ ദാവീദ് പറയുന്നു, കൂരിരുളിന്റെ താഴ്വരയിൽ കൂടെ നടക്കുമ്പോൾ ദൈവത്തിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ആ കോലാണ് ഈ മുടിങ്കോൽ എന്ന് ശലോമോൻ ഓർപ്പിക്കുന്നത്. വടിയെക്കുറിച്ച് ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. പഴയ നിയമ പ്രവാചകന്മാരുടെ എല്ലാം കയ്യിൽ ഒരു വടിയുണ്ടായി. ഒരിക്കൽ ശൂനേംകാരിയുടെ ഭവനത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ എലീശ പ്രവാചകൻ തന്റെ ബാല്യക്കാരന് പറഞ്ഞു, എന്റെ വടിയുമായി നീ പോയി ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം. പക്ഷെ ശൂനേംകാരി പോകാൻ തയ്യാറായില്ല. പ്രവാചകനെ കൂടെ കൊണ്ട് പോയുള്ളൂ. അവൾക്കറിയാം പ്രവാചകൻ വന്നാലേ എന്റെ വിഷയത്തിൽ പരിഹാരം വരികയുള്ളൂ എന്ന്. ഏത് ദിവസവും പഠിക്കുമ്പോൾ ധാരാളം വടികളുണ്ട്. പിതാക്കന്മാരുടെ കയ്യിലുണ്ടായിരുന്ന വടികൾ, 12 ഗോത്രത്തലവന്മാരുടെ വടികൾ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നു. അതിൽ അഹരോന്റെ വടി മാത്രം തളർത്ത് പൂത്തു ബദാംഗായി കായ്ച്ചു. മോശയുടെ വടി നിലത്തിട്ടപ്പോൾ സർപ്പമായി. ഇതൊക്കെ വേദപുസ്തകത്തിൽ നമുക്ക് ധാരാളം വടികളെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നു. ഇവിടെ നമുക്ക് ഈ ഭാഗത്തിലേക്ക് വരുമ്പോൾ ജ്ഞാനികളുടെ വചനങ്ങൾ മുടിങ്കോൽ പോലെ ആകുന്നു. അപ്പൊ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന തന്റെ മക്കളെ നടത്തുവാൻ ദൈവത്തിന്റെ വചനം മതിയായതാണ്. ഇവിടെ സഭാപ്രസംഗി പറഞ്ഞിരിക്കുന്നത് ജ്ഞാനികളുടെ വചനങ്ങൾ മുടിങ്കോൽ പോലെയാകുന്നു. സഭ അധിപന്മാരുടെ വാക്കുകൾ തറച്ചിരിക്കുന്ന ആണി പോലെയാകും. സഭാപിതാക്കന്മാർ തെർത്തുല്യൻ എന്ന് പറയുന്ന ഒരു സഭാപിതാവുണ്ട്. അതുപോലെ ധാരാളം സഭാപിതാക്കന്മാരുണ്ട്. അവിടെ വാക്കുകളൊക്കെ അടിവരയിട്ട് സൂക്ഷിക്കേണ്ടുന്ന ധാരാളം ഉപദേശ സത്യങ്ങളുണ്ട്. സഭാപിതാക്കന്മാരുടെ ഉപദേശങ്ങൾ തറച്ചിരിക്കുന്ന ആണി പോലെ. ചില സഭാവിഭാഗങ്ങളിൽ മേലധികാരികൾ ഒരു ഓർഡർ അതിനെ അതുപോലെ അനുസരിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ അവർ സഭയിൽ നിന്ന് പുറത്താക്കും. പഴയ നിയമത്തിൽ
പഴയ നിയമ അത് ചില വർഷങ്ങൾക്ക് പുറകിൽ 808 നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂഥർ എന്ന് പറയുന്ന 18 മാർട്ടിൻ ലൂഥർ എന്ന് പറയുന്ന മനുഷ്യൻ അന്നിരുന്ന സഭാ നേതൃത്വത്തോട് അദ്ദേഹം ആയിരുന്ന സഭാ നേതൃത്വത്തിന് വിരുദ്ധമായി സംസാരിച്ചതുകൊണ്ട് സഭ അദ്ദേഹത്തെ പുറത്താക്കി. അതൊക്കെ സഭാ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ ഒരു അധികാരി ഓർഡിട്ടാൽ അത് അതുപോലെ അനുസരിക്കുവാൻ സഭകൾ തയ്യാറാകുന്നു. അത് തറച്ചിരിക്കുന്ന ആണി പോലെ. ഇടയ്ക്ക് ഒരു സ്കൂളിലെ ഒരു മാനേജർ മാറി വന്നു. അദ്ദേഹത്തെ കുറിച്ച് കേട്ടത്, അദ്ദേഹത്തോട് ആരും എതിര് പറയാൻ പാടില്ല, അദ്ദേഹം പറയുന്നത് അതുപോലെ അനുസരിക്കണം, പറ്റുന്നത് നിങ്ങൾക്ക് പോകാമെന്നാണ് അദ്ദേഹത്തിന്റെ ചിന്ത. അതുകൊണ്ട് ആളുകളെല്ലാം എപ്പോഴും അക്ഷമരായിരിക്കും. ഏത് സമയം ആർക്കും ആരെയും അദ്ദേഹത്തെ ഉപദേശിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതുപോലെ എന്ത് ചെയ്യണം? അനുസരിക്കണം. അദ്ദേഹം ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു, അത് അക്സെപ്റ്റ് ചെയ്യുന്നവർ മാത്രമേ സ്കൂൾ മതിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് അധികാരികളുടെ വാക്കുകൾ. നമ്മുടെ വിഷയം ഈ ജ്ഞാനികളുടെ വചനങ്ങളും സഭാധികന്മാരുടെ വാക്കുകളും ആണി പോലെ തറച്ചിരുന്നാലും അതൊരു ഇടയനിലൂടെയാണ് ജനത്തിന്റെ അടുക്കലേക്ക് എത്തുന്നത്. അപ്പോ മുടിക്കോൽ പോലെയുള്ള ഉപദേശ സത്യങ്ങളും ആണി പോലെ തറയ്ക്കപ്പെട്ടിരിക്കുന്ന അധികാരികളുടെ വചനങ്ങളും ഒരു സഭാ അധ്യക്ഷന്റെ കയ്യിൽ വരുമ്പോൾ അതിനെ ലളിതമാക്കി കാച്ചി കുറുക്കി ഓരോ ആടുകൾക്കും ആവശ്യമുള്ള തരത്തിലാണ് കൊടുക്കുന്നത്. അല്ലെ? ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്ന ഇടയന്മാർ, ഏത് പുസ്തകം പറയുന്നു? നല്ല ഇടയൻ കുഞ്ഞാടുകളെ തോളിലെടുക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. വ്യത്യസ്തമായിരുന്ന വിഷയങ്ങളോടെ ഭാരത്തോടെ കടന്നു വരുന്നവർക്ക് ആശ്വാസം നൽകുന്ന വചനങ്ങളാണ് ഒരു ഇടയന് കൊടുക്കാനായിട്ടുള്ളത്. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അപ്പം സ്ട്രിക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഒരിക്കലും ഇത് സഭയിൽ ഞാൻ ശുശ്രൂഷകനായിരിക്കുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന സമയത്ത് രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ആരാധന കഴിഞ്ഞ് രണ്ടുപേരും മുമ്പിലേക്ക് ഞാൻ വിളിച്ചു, പേര് പറഞ്ഞു വിളിച്ചു. ഞാൻ പറഞ്ഞു, മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങൾ പകരുന്ന, അത് അന്നയുടെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തെ പകരുന്ന സമയമാണ്. അതുകൊണ്ട് അലക്ഷ്യമായിട്ടത് കരുതരുത് എന്ന് പറഞ്ഞു. ഒരു യൗവനക്കാരൻ എന്നോട് തിരിച്ചു ചോദിച്ചത്, ഈ മധ്യസ്ഥ പ്രാർത്ഥന സമയത്തല്ലാതെ ഞങ്ങൾക്ക് അല്പം സംസാരിക്കാൻ എപ്പോഴാണ് സമയം കിട്ടുന്നത്? പക്ഷെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു സൂചി വീണാൽ ആ ശബ്ദം മുൻപിട്ടിക്കാത്ത അത്ര ശാന്തമായി. ഞാൻ പറഞ്ഞത്, അവർക്കത് അറിയില്ല. ചർച്ചിൽ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുമ്പോൾ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും സ്കൂളിൽ പോയപ്പോൾ അനുഭവങ്ങൾ പങ്കിടുകയും കളിപ്പാട്ടങ്ങൾ കൈമാറുകയും ചെയ്യുന്നതല്ല മധ്യസ്ഥ പ്രാർത്ഥന സമയം. ഇന്ന് പകൽ കർത്താവിന്റെ സന്നിധിയിൽ ഭയത്തോടും വിറയലോടും ദൈവസന്നിധി വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകും. ഈ സഭയ്ക്കകത്ത് ക്യാൻസർ രോഗികളെ എടുത്തുകൊണ്ടുവന്നവർ ആരാധന കഴിഞ്ഞ് നടന്നുപോയ സഭയാണ്. അത് വിജയം ഭാസ്കര യോഗ്യത കൊണ്ടല്ല, ഇവിടെ ഇറങ്ങി നിൽക്കുന്ന കർത്താവിന്റെ സാന്നിധ്യമാണ്. അത്രയോ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട 100 കണക്കിന് ആളുകൾ ഇവിടെ നിന്ന് വിടുവിച്ചു പോയത് ഇവിടെ ഇറങ്ങി നിൽക്കുന്ന കർത്താവിന്റെ തേജസ്സാണ്. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ അവർ വിടുവിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് അത്രമാത്രം ഭയത്തോടെ മാത്രമേ നാം ദൈവസന്നിധിയിലായിരിക്കാവൂ.
കർത്താവ് നമ്മെ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുക. ആ സ്വർഗീയ ക്യാമറയ്ക്ക് മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ പല കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെടുന്നത് CCTV ക്യാമറയുടെ മുമ്പിൽ അത് റിപ്പോർട്ടുകളെ കണ്ടെത്തിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് 2026 ദേശത്ത് മുഴുവൻ CCTV ക്യാമറയുണ്ട്. ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ആ സ്വർഗീയ ക്യാമറയുടെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. സർവഭൂമിയിലേക്ക് ഊടാടുന്ന ദൈവത്തിന്റെ 7 കണ്ണുകളെ കുറിച്ച് വേദപുസ്തകത്തിൽ ഈ പുസ്തകത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവത്തിന് മറഞ്ഞിരിക്കുന്നതായിട്ട് ഒന്നുമില്ല. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ഒരു ദൈവം, ഞാനൊരു വാക്ക് ഉച്ചരിക്കുന്നത് കേൾക്കുന്ന ഒരു ദൈവം, നമ്മുടെ കയ്യെത്താവുന്ന അകലത്തിൽ എന്റെ കർത്താവുണ്ട്. യേശു പറഞ്ഞു, 2 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നുവോ അവിടെ നടുവിൽ ഞാനുണ്ടെന്ന്. ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുള്ള ആ കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങളൊന്ന് പറയാൻ കഴിഞ്ഞാൽ, ഈ കേൾക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ കഴിഞ്ഞാൽ, അത് കേൾക്കുന്നവർ അത് ഏതെല്ലാം ഭാഗത്ത് കടന്നു പോകുന്നു അവിടെയെല്ലാം വിടുതൽ നടന്നുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ ദേഹത്തേക്ക് ആത്മാവിലേക്ക് അത് കടന്നു ചെല്ലുവാൻ നമ്മൾ അനുവദിച്ചാൽ അവിടെയെല്ലാം വിടുതൽ നടക്കുക. നമ്മുടെ സാമ്പത്തിക മേഖലയിലേക്ക് അതിനെ കടത്തിവിടാൻ അനുവദിച്ചാൽ, നമ്മുടെ ബിസിനസ് മേഖലയിലേക്ക് അതിനെ കടത്തിവിടാൻ അനുവദിച്ചാൽ, നമ്മുടെ തലമുറ വിദ്യാഭ്യാസ മേഖലയിലേക്ക് അതിനെ കടത്തിവിടാൻ അനുവദിച്ചാൽ, നമ്മുടെ കൃഷി മേഖലയിലേക്ക് അതിനെ കടത്തിവിടാൻ അനുവദിച്ചാൽ, നമ്മുടെ ശുശ്രൂഷ മേഖലയിലേക്ക് അതിനെ കടത്തിവിടാൻ അനുവദിച്ചാൽ, നമ്മുടെ പ്രാർത്ഥന അനുഭവങ്ങളിലേക്ക് അതിനെ കടത്തിവിടാൻ അനുവദിച്ചാൽ, ഏതൊക്കെ മേഖലയിലാണോ ഇന്ന് പ്രതിസന്ധിയിലായിരിക്കുന്നത്, ഇന്ന് കേൾക്കുന്ന ദൈവത്തിന്റെ വചനം അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല. ദൈവം പറയുമ്പോൾ ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുക, എനിക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ, ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേശരാജ്യത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഈ വചനത്തിന് കഴിയും. ആ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ആരാണ് ഏൽപ്പിക്കപ്പെടുന്നത്? എത്ര പേർക്ക് സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നു? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്റെ ദിവസമാണെന്ന് പറയുവാൻ, ഞാൻ വർഷങ്ങളായി അനുഭവിക്കുന്ന, മാസങ്ങളായി അനുഭവിക്കുന്ന, ദിവസങ്ങളായി അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളുടെ വിടുതലിന്റെ ദിവസമാണെന്ന് പറയാൻ എത്ര പേർ തയ്യാറാകുന്നു? അവൻ ആരാധിച്ച് വിടുതൽ ഏറ്റെടുത്തോ? ദൈവത്തിന്റെ വിടുതലിന്റെ ദിവസമാണ് ഇന്ന് പകൽക്കാലം. ആ ദൈവത്തിന്റെ വളരെ ശക്തമായ സാന്നിധ്യം ഈ ഭാഗത്ത് അശക്തമായ ദൈവത്തിന്റെ സാന്നിധ്യം. ചില രോഗസൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ചില അന്യായ ബന്ധനങ്ങൾ അടിഞ്ഞുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ മഹത്വമുള്ള ഗുണം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ പ്രവൃത്തി ശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ആത്മാവിന്റെ വലിയ സാന്നിധ്യം ശക്തമായി വ്യാപരിക്കട്ടെ, ശക്തമായി വ്യാപരിക്കട്ടെ, ശക്തമായി വ്യാപരിക്കട്ടെ, ശക്തിയോടെ വ്യാപരിക്കട്ടെ. ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ചില വ്യക്തികൾ ദൈവം വിടുവിക്കുക, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുക, ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ, ശക്തിയോടെ വ്യാപരിക്കട്ടെ, ശക്തിയോടെ വ്യാപരിക്കട്ടെ, ശക്തിയോടെ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം ശക്തിയോടെ വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ മഹത്വമുള്ള ഹിതം വെളിപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, സകല ഇടർച്ചകളും മാറിപ്പോകട്ടെ, ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നിറയപ്പെടുവാൻ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആ കരങ്ങളെ തട്ടി ആത്മസമയോ അന്യഭാഷകളിലോ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവ സാന്നിധ്യം ശക്തിയോടെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. വർഷങ്ങൾ പഴക്കമുള്ള ചില രോഗബന്ധനങ്ങള് ആ നടുവിനെ കയറുകൊണ്ട് വലിഞ്ഞു കെട്ടിയതുപോലെ അസ്വസ്ഥ അനുഭവിക്കുന്ന ചില ജീവിതങ്ങളിൽ പലർക്കാലം വിടുവിക്കപ്പെടുകയാ. ദൈവ വചനത്തിന്റെ ശക്തി ശക്തിയോടെ വെളിപ്പെടട്ടെ. ജ്ഞാനിയുടെ വചനങ്ങൾ മുടിങ്കോൽ പോലെയാകുന്നുവെന്ന് സലോമൻ ഓർപ്പിക്കുമ്പോൾ, സദൃശവാക്യങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 17-ാമത് വാക്യം. സദൃശവാക്യം 22-ാം അധ്യായം 17-ാമത് വാക്യം. ജ്ഞാനികളുടെ വചനങ്ങളെ ചെവിചായ്ച്ച് കേൾക്കുക, എന്റെ പരിജ്ഞാനത്തിന് മനസ്സ് വെക്കുക. ജ്ഞാനികളുടെ വചനം
ചെവി ചായ്ച്ച് കേൾക്കുക. ഈ ലോകത്തിൽ എല്ലാം തികഞ്ഞവനാണ് ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് ആരും ഉപദേശം ആവശ്യമില്ല. ഞാൻ കുറവുള്ളവനാണ്, ഞാൻ ഇനിയും നന്നാകാനുണ്ടെന്നുള്ള ചിന്ത വരുമ്പോഴാണ് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നമ്മൾ അംഗീകാരം കൊടുക്കുന്നത്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ സദൃശവാക്യങ്ങളും അലങ്കാരവചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. അതിന്റെ മർമ്മം എന്ന് പറയുന്നത് യഹോവ ഭക്തിയാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ദോഷക്കാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഈ ലോകത്തില് കർത്താവ് ഉപമകളിലൂടെ പലതും പറഞ്ഞിരിക്കുന്നത് മനുഷ്യന് ഗ്രഹിക്കുവാൻ തക്കവണ്ണമാണ്. വളരെ ലഘുവായി കർത്താവ് പല ഉപമകളും പറഞ്ഞിട്ടും ശിഷ്യന്മാർക്ക് ദൈവരാജ്യത്തിന്റെ സത്യം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. പല ഉപമകൾ പറഞ്ഞ ശേഷം യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ, യേശുവും ശിഷ്യന്മാരും തനിച്ചായിരിക്കുമ്പോൾ പലപ്പോഴും കർത്താവിനോട് പറയുന്ന, കർത്താവേ, ഇന്ന് പകൽ പറഞ്ഞ നീ ഊമയുണ്ടല്ലോ, ആ ഊമ ഞങ്ങൾക്ക് തെളിയിച്ചു തരണം. കർത്താവ് അതിനെ വിവരിച്ച് പറഞ്ഞു കൊടുക്കുന്ന പല സംഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അപ്പൊ നമുക്ക് അല്പമേ ബുദ്ധിയുള്ളൂ, അല്പമേ കഴിവുള്ളൂ. നമ്മെ തികഞ്ഞവരാക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം ഞാൻ പല കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്. പഠിക്കുവാൻ അല്പം ബുദ്ധി കുറവുള്ള കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, ഒരു ദിവസം 5 അധ്യായം മലയാളം വേദപുസ്തകവും 5 അധ്യായം ഇംഗ്ലീഷ് വേദപുസ്തകവും വായിച്ചാൽ, കഴിയുമെങ്കിൽ ഹിന്ദിയും വായിച്ചാൽ, 5 അധ്യായം വായിക്കുന്ന 2 അധ്യായം വീതമെങ്കിലും 3 ഭാഷകളിൽ വായിച്ചാൽ ആ കുട്ടി ക്ലാസ്സിൽ ഒന്നാമനായിത്തീരും നിശ്ചയം. ദൈവവചനം അത് ജീവനും ചൈതന്യമുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, ഈ വചനം ദൈവത്തോടുകൂടി, ആ വചനം ദൈവമായിരുന്നു. ദൈവത്തിന്റെ ജ്ഞാനം നമ്മുടെ മേൽ വരുന്നത് ദൈവത്തിന്റെ വചനം വായിക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ്. ദാവീദ് പറയുന്നു, നിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ അസ്ഥികൾക്ക് മജ്ജയും മേധസ്സും കൊണ്ടുവന്നപോലെ തൃപ്തി വരുന്നു. എന്ന് പറഞ്ഞാൽ അസ്ഥി രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ ഏറ്റവും നല്ല ഔഷധം ദൈവവചനം വായിക്കുക. നമ്മള് ചമ്മന്തിയും കഞ്ഞിയും മാത്രം കുടിച്ചുകൊണ്ട് പഥ്യം നോക്കാൻ നമ്മൾ പഥ്യം നോക്കും. 10,000-40,000 രൂപ ചെലവാക്കി കഷായം വേണമെങ്കിൽ നമ്മൾ വാങ്ങിക്കും. അത് കുടിച്ച് പുറത്തിറങ്ങാതെ പഥ്യം നോക്കി വീട്ടിലിരിക്കും. പക്ഷെ വചനം വായിക്കാൻ പറഞ്ഞ എത്ര നോക്കാൻ താല്പര്യമുള്ളത്? നമ്മുടെ അസ്ഥികൾക്ക് ഔഷധമാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ സകല വചനവും ദൈവവിശ്വാസ്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനകത്ത് പരിവർത്തിക്കുന്നത് കൊണ്ട് ആ വചനത്തിന്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് അസുഖം വന്നാൽ ആരും ആശുപത്രി പോകണമെന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ പിന്നെയുള്ള കാര്യമാണ്. ആദ്യം വചനം വായിച്ച് ധ്യാനിച്ച്. ഇരമ്യാവിനോട് പറയുന്നു, എന്റെ വചനം നീ കണ്ടെത്തി ഭക്ഷിക്കുക. ഇരമ്യാവ് പറഞ്ഞു, ഞാൻ ബാലനാണെങ്കിൽ പ്രവചിക്കാൻ പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വായെന്ന് തുറക്കുക. ആ ദൈവത്തിന്റെ വചനം അവന്റെ അധരത്തിലേക്ക് കൊടുത്തിട്ട് ദൈവം പറഞ്ഞു, നോക്ക്, ഇടിക്കാനും പൊളിക്കാനും പണിയാനും നടുവാനും നിന്റെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ദൈവ വചനം ചിലതിനെ ഇടിക്കുവാനും പൊളിക്കുവാനും പണിയുവാനും ഉള്ളതാണ്. ഇടിക്കാനും പൊളിക്കാനും മാത്രമല്ല, പണിയാനും നടുവാനും കൂടെ ദൈവത്തിന്റെ വചനമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വചനം നാം കേൾക്കുമ്പോൾ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണം വരണം, 2 ആശ്വാസം വരണം. ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നമ്മൾ വിധേയപ്പെട്ടു കൊടുത്താൽ, സമർപ്പണത്തോടെ ആ വചനത്തെ ഒന്ന് അംഗീകരിച്ചാൽ, അതൊന്ന് അനുസരിക്കാൻ തയ്യാറായാൽ മതി. ബാക്കി കാര്യം ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ചെയ്തു. കർത്താവിന്റെ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന എബ്രായ ജാതിയുള്ള സുറഭിയോക്കിയ സ്ത്രീ, യവന സ്ത്രീ,
സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, കർത്താവേ, എന്റെ മകളുടെ ഭൂതോപദ്രവത്തെ പുറത്താക്കണമേ. കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇടുന്നത് വിഹിതമല്ല. അവൾ പറഞ്ഞു, യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കൾ തിന്ന് ഈ നായ്ക്കുട്ടികൾ ജീവിക്കുന്നല്ലോ. എന്നാൽ എന്നെ ഒരു നായ്ക്കുട്ടിയുടെ സ്ഥാനത്തെങ്കിലും നീ കണ്ടേ മതിയാവും. കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം നീ വെക്കോ, നിന്റെ മകൾ സൗഖ്യം പ്രാപിച്ചു. ഇന്ന് പകൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലയിലുള്ള മറുപടി ആയിരിക്കും ഒരുപക്ഷെ ലഭിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് നമ്മെ പണിയാനായിട്ട് കഴിയും, നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് കഴിയും. 28 വാക്യം, മത്തായി സുവിശേഷം 28 വാക്യം. അധ്വാനിക്കുന്നവരിൽ ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്റെ അടുത്ത് വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്റെ കർത്താവ് എന്റെ അടുക്കൽ വന്നാൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പൊ യേശുവിന്റെ അടുക്കൽ വരാൻ എന്താണ് തടസ്സം? അപ്പൊ ദൈവസന്നിധിയിൽ ഒരു കുഞ്ഞ് പിതാവ് ഒരു തെറ്റ് ചെയ്ത് പിതാവ് അറിഞ്ഞാൽ ആ പിതാവിന്റെ അടുക്കലേക്ക് വരാതെ മാറി നിൽക്കാൻ നോക്കും. എന്താ കാര്യം? ഞാൻ തെറ്റ് ചെയ്തു പോയി, ഇപ്പൊ പിതാവ് അറിഞ്ഞിട്ടുണ്ടാകും എങ്കിൽ എനിക്ക് എന്തൊരു ശിക്ഷ ലഭിക്കും. പക്ഷെ ഇന്ന് പകൽ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നവനാണെങ്കിലും ആ അപ്പനോട് ഏറ്റു പറയാൻ തയ്യാറായാൽ അപ്പൻ നമ്മോട് ക്ഷമിക്കും. യേശുവിന്റെ അടുക്കിലേക്ക് വരാൻ എന്താ തടസ്സം നമ്മുടെ ജീവിതത്തില്? കർത്താവ് പറയുന്നു, അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശുവിന്റെ അടുക്കലേക്ക് വരാൻ കഴിയാതെ യേശു ക്രിസ്തുവിനോട് ആശ്വാസം പ്രാപിക്കാൻ കഴിയില്ല. ഒരു ശതാധിപനായ മനുഷ്യൻ തന്റെ ബാല്യക്കാരൻ രോഗിയായപ്പോൾ യേശുവിന്റെ അടുത്ത് ചില ആളുകളെ പറഞ്ഞയച്ചു, എന്റെ ബാല്യക്കാരൻ രോഗിയായിരിക്കുന്നു, അവനെ സൗഖ്യമാക്കണം. യേശു ആ മനുഷ്യന്റെ ഭവനത്തിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ അതേ ശതാധിപൻ പറയുന്നു, കർത്താവേ, എന്റെ പുരക്കകത്ത് നീ വരാനുള്ള യോഗ്യത എനിക്കില്ല, നീ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, എനിക്ക് സൗഖ്യം വരും. ഇന്ന് പകൽ യേശു പറയുന്നു, ഇസ്രായേലിൽ കൂടെ ഇത്ര വിശ്വാസം. എന്റെ കൂടെ നടക്കുന്നവർ വർഷങ്ങളായി എന്റെ കൂടെ നടന്നാലും ഞാൻ കൈവച്ചാലേ സൗഖ്യം വരികയുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കെ. 12 വർഷമായി രക്തസ്രവം പൊളിച്ചതായ ഒരു സഹോദരി പുരുഷാരത്തിന്റെ ഇടയിലൂടെ ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തട്ടപ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ചു. പുരുഷാരം പറയുകയാ, യേശുവിനെ തുമ്മി ആയിരക്കണക്കിനുണ്ട്, പക്ഷെ അവരാരും വിടുതൽ പ്രാപിക്കാതെ പോയപ്പോൾ വിശ്വാസത്തോടെ ഒരു സഹോദരി ആവശ്യഭാരത്തോടെ യേശുവിന്റെ അടുക്കലേക്ക് വന്നു. ഇന്ന് പകൽക്കാലം എത്ര പേരാണ് ഈ ആവശ്യബോധത്തോടെ ദൈവസന്നിധിയിൽ വന്നോ? ഇന്ന് പകൽ യേശുവിനെ ഒന്ന് തൊടുവാനൊരു പ്രാഗൽഭ്യമുണ്ടെങ്കിൽ, യേശുവിന്റെ അടുക്കലേക്ക് വരുവാൻ എനിക്ക് പ്രാഗൽഭ്യമുണ്ടെങ്കിൽ കർത്താവ് നിന്നെ തൊടും, നിശ്ചയമായി വിടുതലോടെ മടങ്ങിപ്പോകും. നീ ഭാരത്തോടെ ആയിരിക്കുന്ന വിഷയത്തിന് ഭവനത്തിൽ കാലിച്ചവിട്ടുമ്പോൾ വിടുതലിന്റെ അതേ മറുപടി കാണുവാനായിട്ട് ഇടയായിത്തീരും. ഏത് ഭാരമേറിയ വിഷയത്തിൽ വിടുതലുവാൻ ദൈവം വിശ്വസ്തനാണ്. യേശുവിന്റെ അടുക്കിലേക്ക് വരാൻ നമുക്കെന്താ തടസ്സം? കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, ഏത് സമയത്തും കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ഒരു പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. യേശു പറയുന്നു, അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ആശ്വസിപ്പിക്കാം. ഞാൻ ആഗ്രഹിക്കുന്നത് ഒരാഴ്ച വട്ടം നമ്മൾ വീതമാകുന്നതായ ഭാരങ്ങൾ വഹിച്ച് ടെൻഷനിൽ ജീവിച്ചതാണ്. യേശുവിന്റെ സന്നിധിയിൽ വന്ന് ആവശ്യങ്ങളെ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിനൊരു സമാധാനം. ആ ആശ്വാസത്തിനായിട്ടാണ് നമ്മൾ ദൈവസന്നിധി വരുന്നത്. ഒരു ആരാധന കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ മനസ്സിന് നല്ല തണുപ്പോടെ വേണം മടങ്ങി പോകാൻ. കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തെ ആശ്വസിപ്പിക്കണം. യേശുവിന്റെ അടുക്കൽ വന്നാൽ, യേശുവിന്റെ അടുക്കൽ വന്നവരാരും അനുഗ്രഹിക്കപ്പെടാതെ പോയിട്ടില്ല.
കർത്താവിന്റെ സന്നിധി വന്നാൽ വിടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുമാത്രം ബന്ധപ്പാടുകൾ സഹിച്ച് യേശുപ്പന്റെ പാദമെടുത്തിൽ ഓടി വരുന്നത്. അടുത്ത വാക്യം വായിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ പാസുമാനം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ദൈവസന്നിധി വന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ സൗമ്യവും താഴ്മയുള്ളവനാകയാൽ എന്നോട് പഠിപ്പി. കർത്താവ് പറയുന്നു, ഞാൻ സൗമ്യതയും. നമ്മളും സൗമ്യതയും താഴ്മയുള്ളവരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എവിടെയെങ്കിലും അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം മടങ്ങി വരണം. ദൈവമായതിന്റെ ജീവിതത്തിൽ സൗമ്യതയും താഴ്മയും ഉണ്ടാകണം. ഭവനത്തിനകത്ത് സമാധാനം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സൗമ്യതയും താഴ്മയും ഉണ്ടാകണം. പരസ്പരം ക്ഷമിക്കുവാനും സഹിക്കുവാനും കരുതുവാനും കഴിയണം. ഞാനും എന്റെ ഭാര്യയും തമ്മിൽ പരസ്പരം നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, കർത്താവേ, ഞാൻ മറ്റുള്ളവരോട് ക്ഷമിച്ചതുപോലെ നീ എന്നോട് ക്ഷമിച്ചാൽ മതി. അപ്പൊ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? യേശു പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവി. യേശുവിൽ നിന്ന് പഠിക്കണം. ഇവിടെ വായിച്ചു കേട്ട വചനങ്ങൾ യേശുവിൽ നിന്ന് കേട്ടതായിരിക്കണം. ഇന്ന് ദൈവവചനം ഭയങ്കര സന്തോഷം തോന്നുന്നു. എല്ലാവർക്കും അത് മനസ്സിലായി കേട്ടത്. ഇതുപോലെ കുഞ്ഞുങ്ങൾ വായിക്കണം കേട്ടോ. വീട്ടിൽ നന്നായിട്ട് വായിച്ച് പഠിച്ച് സ്ഫുടമായി എല്ലാവരും കേൾക്കെ വായിക്കാനായിട്ട് നമ്മൾ ശീലിക്കണം. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു അനുഗ്രഹമാണ്. ആ ദൈവസന്നിധിയിൽ എന്റെ വീട്ടിൽ കൊച്ചുമക്കളെ ഞാൻ വായിക്കാൻ പറയാറുണ്ട്. ആ വായിക്കുമ്പോൾ പറയാറുണ്ട്, മക്കളെ എനിക്കൊന്നും മനസ്സിലായില്ല, ജോലി കൂടെ വായിക്കും. സ്ഫുടമായി വായിച്ച് കൊച്ചും ബാല്യം മുതലേ ശീലിക്കുന്നത് നല്ലതാണ്. ദൈവത്തിന്റെ വചനം ഞാൻ ബൈബിളിൽ പഠിക്കുമ്പോൾ ബൈബിൾ വായിച്ച് പ്രൈസ് വായിച്ച ആളാണ് ഞാൻ. പ്രൈസലോ, എന്നൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബൈബിൾ വായിച്ച് പ്രൈസ് വായിച്ച ആളാണ്. നിങ്ങളും അതുപോലെ പ്രൈസ് വായിക്കണം. എന്റെ ആഗ്രഹം എന്നെക്കാൾ നന്നായി എല്ലാവരും പ്രസംഗിക്കണം, എന്നെക്കാൾ നന്നായി പാടണം. എനിക്ക് പാടാൻ അറിയുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നെക്കാൾ നന്നായി പ്രാർത്ഥിക്കണം. അപ്പൊ നിങ്ങൾ എല്ലാ തരത്തിലും എന്നെക്കാൾ എന്ത് ചെയ്യണം? ഉയരങ്ങളിലേക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളിനെ നോക്കി പ്രാർത്ഥിക്കണം. അപ്പൊ എന്നെക്കാൾ ഇവൻ അനുഗ്രഹിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കും, അല്ലാതെ അവരെ അനുഗ്രഹിക്കാൻ പറ്റില്ല. അത് ദൈവത്തിന്റെ നീതിയാണ്. നമ്മുടെ അയൽവക്കത്തെ ഭവനത്തെ നോക്കി പറയണം, കർത്താവേ, എന്റെ ഭവനത്തെക്കാൾ ആ ഭവനത്തെ അനുഗ്രഹിക്കണം. എന്റെ ഭവനത്തിൽ കൂടെയാണ് ആ വീട്ടിലേക്ക് അനുഗ്രഹം പോകുന്നത്. അതിന്റെ ഏറ്റവും വലിയ പങ്ക് നമ്മളാണ് അനുഭവിക്കുന്നത്. കർത്താവ് പറയുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. നമ്മൾ കേട്ട മുടിങ്കോൽ എന്ന വാക്ക് പോലെ മുഖം എന്ന വാക്ക് എന്ന് നമുക്ക് എല്ലാവർക്കും ഭീതിയാണ്. അടുത്ത വാക്കും കൂടെ വായിക്കാം. കർത്താവ് പറയുന്നു, ശരീരത്തിന് മാത്രമല്ല വിലയോ, അനേകരുടെ ആത്മാക്കൾക്കാണ് സ്വസ്ഥതയില്ലാത്ത. അത് മുഖാന്തരം ശരീരത്തിന് ബലഹീനത വരുന്നു. വായിക്കാം. എന്റെ മുഖം മൃദുവും ദൈവത്തിന് സ്വതന്ത്രം പറയും. കർത്താവ് നമുക്ക് വഹിപ്പാൻ കഴിയാത്ത മുഖം വയ്ക്കുകയില്ല. കർത്താവ് പറയുന്നു, അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്ന എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കുക, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവും ആകും. ഞാൻ എന്റെ വീട്ടിൽ കുറെ സാധനങ്ങളൊന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അടോണിനെയും അഗോണിനെയും വിളിക്കുകയാണ് വിചാരിക്കുക. അടോണിനെടുക്കാനുള്ള ഭാരം ഞാൻ ഒരിക്കലും അഗോണിന് തലയിൽ വെക്കില്ല. എന്താ, ആ കുഞ്ഞിനെ എടുക്കാൻ കഴിയും.
അപ്പൊ ഞാൻ എടുക്കുന്ന അത്രയും ഭാരം കുഞ്ഞുങ്ങളുടെ മേൽ ഞാൻ വയ്ക്കില്ല. ലോകത്തിലെ ഒരു പിതാവ് കൊച്ചുമക്കൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ നമുക്ക് വഹിപ്പാൻ കഴിയാത്ത തരികയില്ല. ഇന്ന് പകൽ ഏതെങ്കിലും പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ പോകുന്നുവോ, നമ്മുടെ ശുദ്ധീകരണത്തിനായി ദൈവത്തോട് നമ്മെ ഒരു പടി കൂടി അടുപ്പിക്കുവാൻ എന്ന് മാത്രം കരുതിയാൽ മതി. ഇന്ന് പകൽക്കാലം യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലാമോ? ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ അടുക്കൽ ഓടി എത്തുന്ന ലാഘവത്തോടെ യേശു അപ്പന്റെ അടുക്കലേക്ക് ചെന്ന് വീട് കിടന്ന് കരയുവാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ ഒരു മനസ്സുണ്ടോ? ഇന്നലകൾ ദൈവം ചെയ്ത് നന്ദി പറയുമ്പോൾ അടുത്ത ദിവസവും ദൈവസഭ നന്ദി പറയാനുള്ള ദൈവം തരും. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ സത്യം, എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തനും. നമ്മൾ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം പുതിയ പുതിയ നന്മകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും. പാട്ടുകാർ പറയുന്നു, എണ്ണമില്ലാത്ത നന്മകളാണ് നമുക്ക് തരുന്നത്. എണ്ണിയാൽ തീരാത്ത നന്മകളാണ് ദൈവം നമുക്ക് തരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരാഴ്ച വട്ട വാഹനത്തിൽ യാത്ര ചെയ്തില്ലേ? ദൈവം സുരക്ഷിതമായി ഭവനങ്ങളിൽ എത്തിച്ചില്ലേ? അത് നന്ദി പറയാൻ എത്ര പേർ തയ്യാറാണ്? എത്രയോ പേർ അപകടത്തിൽപ്പെട്ടപ്പോൾ അവരെക്കാൾ ഒരു യോഗ്യതയും നമുക്ക് പറയാനില്ല. എന്റെ അപ്പൻ നമ്മളെ കാത്തത് കൊണ്ടല്ലേ. ആ ദൈവത്തിന് നന്ദി പറയാതെ എങ്ങനെ വിശ്രമിക്കാൻ കഴിയും? ഒരു പകൽക്കാലം മുഴുവൻ നമ്മുടെ പ്രിയപ്പെട്ടവരെ അവൻ കാത്തു പരിപാലിച്ചു സന്തോഷത്തോടെ രാത്രിയിൽ ഭവനത്തിൽ ഉറങ്ങാൻ കഴിഞ്ഞെങ്കിൽ അതിന് നന്ദി പറഞ്ഞിട്ട് രാത്രി ഉറങ്ങാവൂ. ഒരു രാത്രി മുഴുവനും സുഖമായി ഉറങ്ങുവാൻ, സ്വന്തം ഭവനത്തിൽ വിശ്രമിക്കാൻ ഭാഗ്യം നൽകിയ ദൈവത്തിന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തിന് നന്ദി പറയണം. ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. കർത്താവ് പറയുന്നത്, എന്റെ അടുക്കൽ വന്നാൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ഈ സഭായോഗം മുടക്കരുത് നിർബന്ധിച്ച് ചിലപ്പോൾ അല്പം ശാഠ്യത്തോടെയൊക്കെ സംസാരിക്കാറുണ്ട് ചിലരോട്. സഭായോഗം മുടക്കിയാൽ എന്തെന്നറിയാമോ? യേശുവിന്റെ അടുക്കൽ വന്ന് അനുഗ്രഹം പ്രാപിക്കേണ്ട നമ്മള് ആ സമയം അലക്ഷ്യമായി വിചാരിക്കരുത്. അത് വലിയ പാപമാണ്. ദൈവത്തെ ആരാധിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം മറ്റൊരു സ്ഥലത്തൊന്നും ലഭിക്കില്ല. കർത്താവിന്റെ നമ്മുടെ വിഷയങ്ങളെ പങ്കിടുവാൻ തക്കവണ്ണം ഞാൻ പ്രാർത്ഥന ഓർപ്പിച്ചതുപോലെ ഹന്ന എന്ന് പറയുന്ന മാതാവ് തന്റെ ഹൃദയഭാരം മുഴുവൻ ദൈവസന്നിധി ഇറക്കി വെച്ചു. കരയാൻ കഴിഞ്ഞില്ല, കണ്ണിന് അത് ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ കഴിയില്ല. അത്രമാത്രം ഹൃദയം പൊട്ടുന്ന വേദനയായിരുന്നു. അത് മുഴുവനും ദൈവസന്നിധി ഇറക്കി. എന്റെ ഭർത്താവോട് പറഞ്ഞു തളർന്നു, മറ്റുള്ളവരോട് പറഞ്ഞു തളർന്നു. അവൾ തീരുമാനിച്ചു, ഇനി ആരോടും പറയുന്നില്ല, എന്റെ കർത്താവിനോട് മാത്രമേ പറയുന്നുള്ളൂ. വേദപുസ്തകം പറയുന്നു, അതിനുശേഷം അവളുടെ മുഖം പിന്നെ വാടാൻ അനുവദിച്ചില്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് വേദനിക്കുന്ന പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഓർക്കണം, എവിടെയൊക്കെയോ എന്റെ ഹൃദയം ക്ഷീണിച്ചു പോയി. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിടക്കം നിന്നോട് നിലവിളിക്കും. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമേ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ദൈവം, നമ്മൾ സംഗീതത്തിൽ കേട്ടതുപോലെ നമ്മുടെ യാചനകളെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. 80-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ, 80-ാം സങ്കീർത്തനം 1-ാം വാക്യം, ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നവനായി ഇസ്രായേലിന്റെ ഇടയനായുള്ളവേ ചെവി കൊള്ളേണമേ. കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവരെ പ്രകാശിക്കണമേ. ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നത്, യോസേഫ് ദൈവത്തെ അനുസരിക്കുന്നവനാണ്. ഏത് പ്രതിസന്ധി വന്നിട്ടും ദൈവക്രമം വിട്ടുപോയി. ബാല്യത്തിൽ അവന് ദൈവം വെളിപ്പാടിന്റെ കൃപാവരം കൊടുത്തു. കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടപ്പോഴും അവന്റെ വെളിപ്പാടിന്റെ കൃപാവരം നഷ്ടപ്പെടുത്തിയില്ല. അവന്റെ കൃപാവരം നഷ്ടപ്പെട്ടു പോകാവുന്ന പല സാഹചര്യങ്ങൾ വന്നപ്പോൾ അതിനെല്ലാം ജയിക്കാൻ ജോസഫിന് വേണ്ടി. അതാണ് ജോസഫിനെ ദൈവത്തിന് നല്ല ഇഷ്ടമുണ്ടായി. അവന്റെ മേലുള്ള ദൈവത്തിന്റെ വാഗ്ദത്വം വലുതായിരുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും
എനിക്ക് മാത്രം ഈ കഷ്ടമെന്ന് ചിന്തിക്കുന്നു, അവർക്കൊരു മറുപടി വചനത്തിലൂടെ തരാം. യോസേഫിന് 11 സഹോദരങ്ങൾ വേറെ ഉണ്ടായിരുന്നു. അവരാരും പൊട്ടക്കിണറ്റിൽ വീണില്ല, അവരാരും അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടില്ല, അവരാരും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടില്ല. അവരെല്ലാവരും മരണം വരെ കഠിനാധ്വാനം ചെയ്താണ് ജീവിച്ചത്. പക്ഷെ തടവറയിൽ അടയ്ക്കപ്പെട്ടവൻ, പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടവൻ, അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടവൻ, യാക്കോബിന്റെ മക്കളിൽ യോസേഫ് മാത്രമാണ് അടിമയായി. അടിമ എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിൽ പച്ച കുത്തും, അടിമയാണെന്ന്. ആ യജമാനന്റെ പേര് അല്ലെങ്കിൽ സിംബൽ കുത്തും. ആ അടിമയെ മറ്റൊരു ഒരു യജമാന് വിൽക്കുമ്പോൾ അവന്റെ സിംബൽ കുത്തും. അടിമയുടെ അടയാളമേറ്റ യാക്കോബിന്റെ മക്കളിൽ യോസേഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്നെ വീട്ടുകാരെ അടിമയാക്കി വെച്ചിരിക്കുന്നുവോ? ലോകക്കാരെ അടിമയാക്കി വെച്ചിരിക്കുന്നുവോ? കൂട്ടുകാരെ അടിമയാക്കി വെച്ചിരിക്കുന്നു? നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് അടിമച്ചന്ത വിൽക്കാൻ കാത്തിരിക്കുന്നുവോ? നിന്നെ ഉയർത്തുവാനാണ് ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ യോസേഫിന് പറയാൻ കാണും, കർത്താവേ, എന്റെ സഹോദരന്മാർക്ക് ഭക്ഷിക്കാൻ ഭക്ഷണവും ചുമന്നു പോയവനല്ലേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ പിടിച്ച് പൊട്ടം കെട്ടിയിട്ടത്? എന്ത് ചെയ്തിട്ടാ അടിമച്ചന്തയിൽ വിറ്റത്? ഞാൻ ഒരു തെറ്റും ചെയ്യാതെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടില്ലേ? എനിക്ക് എന്റെ സഹോദരങ്ങൾക്ക് ആർക്കുമില്ലാത്ത കഷ്ടത എനിക്കുണ്ട്. യോസേഫ്, നിന്നെ കുറിച്ചാണ് ദൈവത്തിന് പദ്ധതി ഉള്ളത്. മറ്റു സഹോദരങ്ങൾക്കും ദൈവത്തിന് പദ്ധതിയില്ല. നമ്മുടെ മേലുള്ള വിളി അനുസരിച്ച്, നമ്മുടെ മേലുള്ള വാഗ്ദത്വം അനുസരിച്ച് നമ്മൾ അനുഭവിക്കുന്ന തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. എന്റെ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി ചില നാളുകൾ കഴിഞ്ഞ് ബിസിനസ് എല്ലാം നിർത്തി എന്നെ പട്ടിണിയുടെ പടുകുഴിയിലൂടെ കർത്താവ് നടന്നു. വിശപ്പിന്റെ വില എന്തെന്ന് നന്നായി എന്നെ പഠിപ്പിച്ചു. ഒരു ചായ കുടിക്കാൻ കൊതി തോന്നിയിട്ടുള്ള ദിവസം ഉണ്ടായിരുന്നു. എന്ന് വയറു നിറയെ ആഹാരം കഴിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ച ദിവസം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 5 വർഷത്തോളം ആ പാഠശാലയിലൂടെ ദൈവം എന്നെ നടത്തി. എന്തിനെന്നറിയാമോ? അതൊക്കെ എന്റെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ. ഇന്ന് ഒരു വീട്ടിൽ ആഹാരമില്ലാന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയം ഇന്നും വേദനിക്കും. എന്ന് പറഞ്ഞാൽ വിശപ്പിന്റെ വില എന്ന് നന്നായി അറിഞ്ഞവനാണ് ഞാൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു തലത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ നീ തിക്തമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുവോ, നിന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി വലുതാണ്. എന്റെ ഹൃദയത്തിലെ ആഗ്രഹം കഴിഞ്ഞ ദിവസം ദൈവദാസനെ ഓർപ്പിച്ചു. എന്റെ സമയമായി വരുന്നു, 10 പേർക്കെങ്കിലും ആഹാരം കൊടുക്കാനുള്ള ക്രമീകരണം ഒരുക്കും. അതാണ് എന്റെ ആഗ്രഹം. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിനുള്ള പ്രോജക്റ്റ് എല്ലാം ദൈവം തരും. നമ്മൾ വിശ്വസ്തരാണെങ്കിൽ ദൈവം വിശ്വസ്തൻ. ഭാഗികമായി നമ്മൾ പലതും ചെയ്യുന്നില്ല, അത് പൂർണ്ണതയും. കയറിക്കിടക്കാൻ അതില്ലാതെ തെരുവിൽ ഉറങ്ങുന്നവരെ പാർപ്പിക്കുന്നു. ആരും ഭക്ഷണം കൊടുക്കാനില്ലാത്തവർ ഭക്ഷണം കൊടുക്കും. നമ്മുടെ കാസർഗോഡ് നടത്തുന്ന സഹോദരൻ ഒരു ദിവസം അവിടെ പോയപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം കൊണ്ടുപോയ സാധനങ്ങളെല്ലാം പകുതി വേവിച്ചാൽ ബാക്കിയാണ് കൊടുത്താൽ കുറച്ചേ കിട്ടുള്ളൂ, ധാരാളം സാധനം മിച്ചമുണ്ട്. ചിലപ്പോൾ അതിനെ ഓടയിൽ എടുത്ത് തട്ടിയിട്ട് പോകും. ഒരു ദിവസം വിചാരിച്ചു, എത്രയോ ആളുകൾ ഭക്ഷണമില്ലാതിരിക്കും. കുറഞ്ഞ ഭക്ഷണമല്ല, ഫ്രൈഡ് റൈസും ചിക്കൻ ബിരിയാണിയും ഒക്കെയാണ്. ഈ മിച്ചം വരുന്നപ്പോൾ മുഴുവൻ സാധനങ്ങൾക്കും സാധനങ്ങൾ തയ്യാറാക്കി, അതിൻ്റെ കൂടെ എണ്ണയും മസാലയൊക്കെ ചേർത്ത് എല്ലാം തയ്യാറാക്കി പൊതിഞ്ഞു. ഓട്ടോറിക്ഷയിൽ കയറ്റി ഭാര്യയും ഭർത്താവും കൂടെ ബസ് സ്റ്റാൻഡിലും തെരുവിലും കിടന്നുറങ്ങുന്ന ആളെ വിളിച്ചുണർത്തി രാത്രി കൊടുക്കും. അതൊരു വലിയ വേലയാണ്. പക്ഷേ
അതിനുശേഷം അങ്ങനെ കൊടുക്കാൻ ദൈവം അനുവദിച്ചു. എന്റെ ദൈവം ആരുടെയും കടക്കാരൻ. അവർക്ക് ആ നല്ല മനസ്സ് തോന്നിയത് അതിന് പല പ്രാവശ്യം പുറത്തട്ടി കളഞ്ഞിട്ട് പോയിട്ടു. അങ്ങനെ ഒരു നല്ല പ്രവൃത്തി ചെയ്തപ്പോ ദൈവം അവരെ മാനിച്ചു. നമുക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ മനസ്സുണ്ടോ, ദൈവം നമ്മളെ മാനിക്കും. നമ്മുടെ ഹൃദയത്തിൽ അതിനൊരു താല്പര്യവും വാഞ്ചയും ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നവനായ ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ കഷ്ടത ദൈവം കാണാനിട്ടല്ല. ഞാൻ വേദപുസ്തകം വായിച്ച് ഇതുമായി ചേർത്ത് യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ യേശുവിനെ കാൽവറി ക്രൂശിൽ അറച്ചു കഴിഞ്ഞപ്പോ പിതാവായ ദൈവം അല്പസമയത്തേക്ക് മുഖം മറച്ചു കളഞ്ഞു. തന്റെ ഓമനപുത്രന്റെ ആ വേദന കാണാൻ കഴിയാതെ പിതാവായ ദൈവം മുഖം മറച്ചു. എന്തിനാ മുഖം മറച്ചു കളഞ്ഞത്? ആ കാൽവരിയിൽ മരിച്ചെങ്കിലേ ഒരു ഉയർപ്പുണ്ടാക്കി. ലോകം മുഴുവനും ലോക ചരിത്രത്തെ രണ്ടായി AD എന്നും BC എന്നും വേർതിരിക്കുവാൻ, മാറ്റം വരുത്തുവാൻ, ലോക ചരിത്രത്തെ തിരുത്തി എഴുതുവാൻ, ലോകത്തിലെ സകല മാനവരാശിയുടെയും രക്ഷയ്ക്കായി ഈ യേശു ഉയർത്തെഴുന്നേറ്റേ മതിയാവും. അതിനൊരു കാൽവരി വേണമായിരുന്നെങ്കിൽ എന്നെ കേട്ടും ദൈവവൈതല് നമ്മൾ അനുഭവിക്കുന്ന തിക്തമായ അനുഭവങ്ങൾ കാൽവരിക്ക് സമമായ ഒരു അനുഭവമാണെന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിച്ചോ. ദൈവം ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം ആസന്നമാക്കിയിരിക്കുന്നു. എന്നും കഷ്ടതയല്ല, എന്നും വേദനയല്ല, എന്നും നിരാശയല്ല. ഇതെല്ലാം മറന്നുപോകുന്ന നിലയിൽ ദൈവത്തിനെ അനുഗ്രഹിക്കാൻ പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മ വ്യക്തമായി ഇടപെടുന്നു. ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ, ക്ലേശങ്ങൾ, വേദനിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ വീട്ടിലെല്ലാം ചിലർ കാശ് സൂക്ഷിക്കാറുണ്ട് അല്ലേ? ചിലർ പൈസ പ്രത്യേകം ഞാനൊരു കോളിൽ ഇട്ട് വയ്ക്കാറുണ്ട്. പാല് വാങ്ങാൻ പോകുമ്പോഴും സാധനം വാങ്ങാൻ പോകുമ്പോൾ അത് എടുത്തോണ്ട് അര കിലോ അരി വാങ്ങാൻ കാശ് തികയാതെ എല്ലാ അലമാരയും മേശയും എല്ലാ പേഴ്സും അന്വേഷിച്ച് തികയാത്ത ദിവസം ഉണ്ടായിട്ടുണ്ട്. അന്നാണ് 50 പൈസയുടെ വില അറിയുന്നത്. നമുക്ക് കർത്താവ് തരുന്ന നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ കഴിയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ പട്ടിണിയില്ലാതെ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഭാഗ്യം ദൈവം തരുന്നില്ലേ? ഒരുപാട് പരിമിതികൾ ഉണ്ടായിരിക്കാം, പക്ഷെ പട്ടിണി കിടക്കാതെ കുഞ്ഞുങ്ങളെ പോറ്റുവാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ അത് ദൈവത്തിന്റെ കരുണയാണ്. അതിന് നന്ദി പറയാൻ തയ്യാറാകുമ്പോൾ ദൈവം അടുത്ത തലങ്ങളിലേക്ക് നമ്മെ നടത്തും. ആട്ടിൻകൂട്ടത്തെ പോലെ ജോസേഫിനെ നടത്തിയൊരു ദൈവമുണ്ട്. എന്നെയും നിങ്ങളെയും ദൈവം നടത്തിയാൽ അതേ തകർച്ചയിൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല. യോബിന്റെ ജീവിതത്തിൽ കഷ്ടം വന്നപ്പോൾ കൂടെ വന്ന സഹോദരങ്ങൾ വ്യസനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് അവന്റെ മുറിവിനെ വേദനിപ്പിച്ചതുപോലെ നമ്മുടെ യജമാനായ കർത്താവ് നമ്മെ വേദനിപ്പിക്കുന്നവനല്ല. നീ കഷ്ടത്തിലൂടെ നീ കടന്നുപോയാൽ നിനക്കൊരു പ്രതിഫലമുണ്ട് നിശ്ചയം. യോസേഫ് ഫറവോന്റെ മന്ത്രിയായിരിക്കുമ്പോ 30 ദിവസം 41-42 വീട്ടിൽ പോയി 42 വീട്ടിൽ പോയി വായിച്ചാൽ ഫറവോൻ പറയുന്ന ഒരു പദമുണ്ട്. യോസേഫേ, നീ സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്റെ മുകളിൽ ഇരിക്കും. നിന്റെ കൽപ്പന കൂടാതെ മിസ്രി ദേശത്തു നിന്നും ഒരു മനുഷ്യനും കയ്യോ കാലോ നടക്കില്ല. ആ പദവിയിലേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു. എന്താ? ദൈവം നൽകിയ വെളിപ്പാട് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു. ദൈവം നൽകിയ താലന്തുകളെ, കൃപകളെ കുഴിച്ചിടാതെ നഷ്ടപ്പെടാതെ നമ്മളതിനെ വ്യാപാരം ചെയ്താൽ ദൈവം നിന്നെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകും. യോസേഫ് സ്വന്തം വീട്ടിൽ പാർത്തപ്പോഴും വെളിപ്പാടുണ്ടായിരുന്നു.
കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും അപ്പക്കാട് പ്രമാണിമാരോടും അതേ പാനപാത്രവാഹന്മാരുടെ പ്രമാണിയോടും പറയാൻ ദൂതുണ്ടായിരുന്നു. അതേ യോസേപ്പിന് രാജകൊട്ടാരത്തിലും പറയാൻ ദൂതുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ കാരാഗ്രഹ വസ്ത്രമെല്ലാം ധരിച്ച് കാരാഗ്രഹത്തിൽ താടിയും മീശയും ഒക്കെ വളർന്നു തലമുടിയൊന്നും വെട്ടാതെ കാരാഗ്രഹത്തിൽ ഉറക്കം എഴുന്നേറ്റ യോസേപ്പ് അന്ന് രാത്രി അന്തി ഉറങ്ങിയത് രാജകൊട്ടാരത്തിലെ പള്ളിമെത്തയിലാണ്. അതാണ് എന്റെ ദൈവം. യോസേപ്പിന്റെ ദൈവം നടത്തിയെന്ന് പറഞ്ഞ് കളഞ്ഞാൽ പോരാ, എന്നെയും നടത്തുവാൻ ശക്തനാണ്. ഇത് പറയുന്നു, ആട്ടിൻകൂട്ടത്തെ പോലെ യോസേപ്പിനെ നടത്തിയ ദൈവം എന്നെയും നടത്തും. ആളുകളെ മേച്ചുകൊണ്ടിരുന്ന എന്നെ അതെ രാജ്യത്തിന്റെ രാജാവാക്കി തീർത്ത എന്റെ ദൈവം. ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവമായിട്ട് ഇടയ്ക്ക് ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടത്, ശൗലിനെ രാജാവാക്കി ചില നാൾ കഴിഞ്ഞപ്പോൾ ദൈവാരംഭം ലംഘിച്ചു. ശമൂവേലിനോട് പറയുന്നു, ശൗൽ എന്റെ വചനങ്ങളെ തള്ളിയത് കൊണ്ട് രാജസ്ഥാനിൽ ഞാൻ അവനെ തള്ളിയിരിക്കുന്നു, യോഗ്യനായി ഞാൻ ഒരുവനെ കണ്ടിരിക്കുന്നു രാജാവാണ്. ആ സമയത്ത് ദാവീദ് ജനിച്ചിട്ടില്ല. ദാവീദ് ജനിക്കും മുമ്പേ ദൈവം പറഞ്ഞു, ഞാൻ ഒരുവനെ കണ്ടിരിക്കുന്നു. അവനെ സംബന്ധിച്ച് പറയാനുള്ളത്, അവൻ കാട്ടിലാണെങ്കിലും ദൈവത്തെ ആരാധിക്കും. ആലയം തന്നെ വേണമെന്നില്ല ആരാധനയ്ക്ക്. അടുത്ത മാസം 1-ാമത്തെ വെള്ളിയാഴ്ച വരുന്ന ദേവദാസനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിന്റെ അവരെ എപ്പോഴും ചലിച്ചുകൊണ്ടേ, അന്യഭാഷ പറഞ്ഞുകൊണ്ടേ നടക്കുന്നു. എപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന സമയം ഒഴികെ ബാക്കി മുഴുവൻ സമയവും അദ്ദേഹത്തിന്റെ അതിനെ ചലിച്ചുകൊണ്ടേ. ആ ഒരു ദൈവ സാന്നിധ്യം ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിരിക്കുന്നു. എനിക്ക് അസൂയൊന്നുമില്ല, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ ദൈവഭക്തന് എല്ലായ്പ്പോഴും അതിനെ ചലിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും സംസാരിച്ച അത്യാവശ്യം മാത്രം മറുപടി എടുക്കുക, ബാക്കിയുള്ള അദ്ദേഹം പ്രാർത്ഥിക്കും. വാക്ക് പെരുകിയാൽ ലംഘനം വരും. അതുകൊണ്ട് അദ്ദേഹം അധികം സംസാരിക്കാറില്ല. ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ യോസേപ്പിനെ നടത്തിയ ദൈവം അവന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് അവന്റെ തകർച്ച കണ്ടിട്ട് വിട്ടിട്ട് പോയവനല്ല. ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അവനെ ദൈവം ഉയർത്തി. ഒരു ഭാഗം പറഞ്ഞ് ഞാൻ ആ ഭാഗത്ത് മാറാം. ഇസ്രായേലിൽ കൊണ്ടുപോയ ചാക്കിനകത്ത് യോസേഫ് കഴിക്കുന്ന പാനപാത്രവും അവർ കൊണ്ടുപോയ പണവും എല്ലാം കൂടെ പിടിക്കപ്പെട്ടു. കള്ളന്മാരുടെ ലിസ്റ്റിലായി 11 സഹോദരങ്ങളിൽ നിരന്നു നിൽക്കുമ്പോൾ, ഞാൻ ജോസേഫാണ്, നിങ്ങൾ വിറ്റ് കളഞ്ഞ ജോസേഫാണെന്ന് പറഞ്ഞപ്പോ ആ സഹോദരന്മാരുടെ മനോഭാവം എന്തായിരുന്നു? നിങ്ങളെ കാരണം കൂടാതെ ആരെങ്കിലും രൂപത്തിലിരിക്കും. നിങ്ങൾ ഓർക്കോ, ദൈവത്തിനെ ഉയർത്തുമ്പോൾ ഇതുപോലെ പരിഭ്രമം വരും. ദേശം നിനക്കെതിരെ ആവികാരം ചെയ്യുന്നവരുണ്ടല്ലോ, നിനക്കെതിരെ ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ടല്ലോ, നന്മയ്ക്കെതിരെ ചിന്തിക്കുന്നവരുണ്ടല്ലോ. ദൈവം നിന്നെ ഉയർത്തുന്നത് കാണുമ്പോൾ അവർ മൂക്കി കരുവിക്കും, ഇങ്ങനെ ദൈവത്തിന് ഉയർത്താൻ കഴിയുമോ എന്ന്. അതാണ് എന്റെ ദൈവം. യോസേഫിനെ ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തിയ ദൈവം ആട്ടിന് തുല്യമായി യോസേഫിനെ വിട്ടുകളഞ്ഞില്ല. പിന്നെയോ അവനെ രാജ്യത്തിലെ 2ാമനായി ഉയർത്തി. അതാണ് ദൈവത്തിന്റെ സന്നിധി. നമുക്ക് ആ ഒരു അനുഭവത്തിലേക്ക് വരട്ടെ. എന്നെ നടത്തുവാൻ ദൈവത്തിന് കഴിയുമോ? യോസേഫിനെ നടത്തിയ ദൈവം എന്നെ നടത്തുവാൻ കഴിയുമോ? യേശു പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഒരു ഭാഗം കൂടെ നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം. രണ്ടാമത് ചിന്തിച്ചെന്താ? സഭാധിപന്മാരുടെ വാക്കുകൾ തറച്ചിരിക്കുന്ന
ആണി പോലെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 22-ാം വാക്യം മുതൽ. മകനായി എന്റെ ദാസനായ എല്യാക്കീമിനെ വിളിക്കും. അവരെ ഞാൻ നിന്റെ അങ്കി ധരിപ്പിക്കും, നിന്റെ കച്ച കൊണ്ട് അവന്റെ അര കെട്ടും, നിന്റെ അധികാരനെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ യെരൂശലേം നിവാസികൾക്കും യഹൂദ ഗൃഹത്തിനും ഒരു അപ്പനായിരിക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും. ഉറപ്പുള്ള സ്ഥലത്തൊരാണി പോലെ എല്യാക്കീമിനെ ദൈവം ഞാൻ അവനെ വിളിക്കും. ആരാണ് എല്യാക്കീം? 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ രാജധാനി വിചാരകനായിരുന്നു എല്യാക്കീം. ദൈവം പറയും, ഞാൻ അവനെ വിളിക്കും, അവനെ ഞാൻ ഉറപ്പുള്ള പ്രതലത്തിൽ ഒരു ആണി പോലെ തറയ്ക്കും. ദൈവം നിന്നെ ഉറപ്പിച്ചാൽ ഉലകത്തിൽ ആർക്കും നിന്നെ പിഴാൻ കഴിയില്ല. എല്യാക്കീമിനെ ദൈവം വിളിച്ചിട്ട് പറയുക, ഞാൻ അവനെ ഉറപ്പുള്ള പ്രതലത്തിൽ ആണി പോലെ തറപ്പിക്കും. പരിശുദ്ധാത്മാവ് പറയുന്നു, എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് ആളുകൾക്ക് പന്ത് കളിക്കുവാനല്ല, ഉറപ്പുള്ള സ്ഥലത്ത് ആണി പോലെ നമ്മെ തറപ്പിച്ച, നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം. ആ ദൈവത്തെ നമ്മൾ സേവിക്കുന്നു. ഈ ദൈവത്തെ സേവിച്ചിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിക്കരുത്. ദൈവം തന്നതെല്ലാം നന്മയ്ക്കായിട്ടാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ എലിയാക്കിന് വേറൊരു യോഗ്യത ഉണ്ടായിരുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 37-ാം വാക്യം വായിക്കും. 2 രാജാക്കന്മാർ 18:37. ഹില്ക്കീയാവിന്റെ മകനായ എല്യാക്കീം എന്ന രാജധാനി വിചാരകൻ, രായസക്കാരനായ ശെബ്നയും ആസാഫിന്റെ മകനായ യോവാഹ് എന്ന മന്ത്രിയും വസ്ത്രം കീറി ഹിസ്കിയാവിന്റെ അടുക്കൽ വന്നു. വസ്ത്രം കീറിക്കൊണ്ട് ഹിസ്കിയാവ് രാജാവിന്റെ അടുക്കൽ വന്നു. അത് ഞാൻ വിവരിക്കണമെന്ന് ആഗ്രഹിച്ച ഭാഗമാണ്. പക്ഷേ സമയം തന്നെ അനുവദിക്കാത്തത് ഞാൻ വിടുകയാണ്. വീട്ടിൽ കൊണ്ടുപോയി അധ്യായം വായിക്കണം. എന്തുകൊണ്ടാണ് എല്യാക്കീം വസ്ത്രം കീറേണ്ട സാഹചര്യം വന്നത്? അത് മുമ്പിലേക്ക് ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും. പക്ഷെ എല്യാക്കീം വസ്ത്രം കീറി രാജസ്ഥാനി വന്നു. 19-ാം അധ്യായം 1-ാം വാക്യം. ഹില്ക്കിയാ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടെടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു. നോക്കണമേ, ഈ ഹില്ക്കിയാവ് എല്യാക്കീം വസ്ത്രം കീറി രാജസന്നിധി വന്ന് തന്റെ വിഷയം ഓർപ്പിച്ചപ്പോൾ രാജാവും വസ്ത്രം കീറി. പഴയ നിയമത്തിൽ വസ്ത്രം കീറുക എന്ന് പറഞ്ഞാൽ അസഖ്യമായ വേദന വരുമ്പോഴാണ്. നിനക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ചിലരെ ദൈവം മാറ്റിക്കളയും. യെശയ്യാ പ്രവചനം 22-15 മുതൽ 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ ശെബ്ന എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം പറയുന്നു, ഞാൻ ചുഴറ്റിയെടുത്ത് എറിഞ്ഞു കളയും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവം നടത്തുന്നു. ദൈവങ്ങൾക്ക് വിരുദ്ധമായി എഴുന്നേൽക്കുന്നവരെ ദൈവം ചുഴറ്റിയെടുത്തെറിഞ്ഞു കളയുന്നു. അത് കാണാൻ പോകുക ചിലര്. ഇന്ന് ദൈവത്തെ ആരാധിച്ചവരുടെ ജീവിതത്തിൽ അത് കാണാൻ പോകുകയാണ്. പിന്നെ നന്മയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ ദൈവം ചുഴറ്റിയെടുത്തെറിയും. എല്ലാവർക്കും എഴുന്നേൽക്കാം, ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം, നിലവിളിച്ച് പ്രാർത്ഥിക്കാം. എത്രവർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയോ? ഓ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം ഈ പകൽക്കാലം വെളിപ്പെട്ടു വരുവാൻ ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. യോസേഫിനെ നടത്തുന്നവനായി നമ്മുടെ ദൈവം ആട്ടിൻകൂട്ടത്തിൽ നമ്മെ നടത്തുന്നത് പോലെ അത് നടത്തുവാൻ ശക്തനായി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആ കർത്താവിന്റെ ഏൽപ്പിച്ചു കൊടുത്ത് ആരാധിച്ചോ. ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽ ചില കുടുംബങ്ങൾ നമുക്ക് വെളിപ്പെടാൻ പോവുകയാ. പരിശുദ്ധനായ ദൈവത്തിന്റെ മഹത്വം ശക്തിയോടെ വെളിപ്പെടുകയാ. ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഓ ചിലതിനെ ദേശത്തുനിന്ന് ചുഴറ്റി എറിയാൻ പോവുകയാ. ഓ നന്മയ്ക്കെതിരെ, തലമുറയുടെ നന്മയ്ക്കെതിരെ, ഭാവിക്കെതിരെ വെല്ലുവിളിക്കുന്ന ചിലതിന് വേരോടെ പിഴുത് ദേശത്ത് എറിയാൻ പോവുകയാ. ദേശത്തോടെ നിൽക്കാൻ കഴിയാതെ ദേശം വിട്ടു പോകുവാൻ
ശക്തിയോടെ കരങ്ങളെ
ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ടു വരട്ടെ. ദൈവ മഹത്വം വെളിപ്പെടട്ടെ. ദൈവ മഹത്വം, ദൈവ മഹത്വം വെളിപ്പെടട്ടെ. ദൈവ മഹത്വം വെളിപ്പെടട്ടെ. ദൈവ മഹത്വം വെളിപ്പെടട്ടെ. ദൈവ മഹത്വം ശക്തിയോടെ വ്യാപരിക്കട്ടെ. ദൈവ മഹത്വം വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ശക്തി വ്യാപരിക്കട്ടെ. ദൈവ ശക്തി വ്യാപരിക്കട്ടെ. ചിലതിനെ കൂടങ്ങളായുള്ള ഒരു അഭിഷേകം. Yes. ദൈവ ശക്തി വ്യാപരിക്കട്ടെ. ചിലതിനെ കൂടങ്ങളായുള്ള ഒരു അഭിഷേകം. ശക്തിയോടെ, 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 ശക്തിയോടെ. ശക്തിയോടെ വെളിപ്പെടട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളെ ആദരിച്ചു, അനേകരെ വിടുവിച്ചതിനായിട്ട് സ്തോത്രം. ഈ ബലത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. ദൈവത്തിന്റെ വചനം, ഓ ഹല്ലേലൂയ, അഭിഷക്തന്മാരുടെ വചനം, ഓ മുടിങ്കോൽ പോലെയും അത് തറച്ചിരിക്കുന്ന ആണി പോലെയും ഓ ഇടയനാൽ നൽകപ്പെടുമ്പോൾ ഞങ്ങൾ അനുസരിച്ച ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ സഹായിക്കണം. പ്രിയപ്പെട്ടോടെ മടക്കയാത്രകൾ കൂടിയിരിക്കണം. വാഹനങ്ങളെ ദൈവം സൂക്ഷിക്കണം. സന്തോഷത്തോടെ സ്വഭവനങ്ങളിൽ പോയി നിർഭയം വസിച്ച് പിന്നെയും ഒരുമിച്ച് കൂടി വരും വരെ ദൈവ തേജസ്സിന്റെ മറവിൽ മറയ്ക്കണമേ. ആവശ്യമായിരിക്കുന്ന ആത്മീക ഭൗതിക നന്മകളാൽ സ്വർഗീയ കൃപകളാൽ നിറയ്ക്കണമേ. ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണം. പരിശുദ്ധ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ആവശ്യഭാരത്തോടെ കടന്ന എല്ലാവരെയും ദൈവം ബലപ്പെടുത്തണം. ദൈവ കൃപ കൊണ്ട് നിറയ്ക്കണം. ഭവനപ്പണികൾ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ക്രമീകരണങ്ങൾ ദൈവം ഒരുക്കണം. സകല ഇടർച്ചകളും തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മുന്നോട്ട് വിടരുന്ന് വാദിക്കുന്ന ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ അഴിഞ്ഞു മാറി ജയാളികളായി മുന്നേറുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണം. ഈ ഒരാഴ്ച വട്ടം ദൈവം അതിശയകരമായി തന്നെ നടത്തണം. അവിടുത്തെ തേജസ്സിന്റെ മറകൾ മറയ്ക്കണം. ഉപജനമാർഗത്തിന്റെ മേഖലകൾ കൂടിയിരിക്കണം. ബിസിനസ് മേഖലകൾ ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കണം. ആത്മീക ശുശ്രൂഷകൾ ദൈവത്തിന്റെ സാന്നിധ്യം. ഈ ആഴ്ചയുടെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം ഏറ്റവും അനുഗ്രഹിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ കലാലയത്തിലെ പഠനത്തിൽ ദൈവത്തിന്റെ കൃപ കൂടി അഡ്മിഷൻ ലഭിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവ് എല്ലാവർക്കും നല്ല തക്കതായ അഡ്മിഷൻ നൽകി ദൈവം മാനിക്കണമേ. ഈ തേടുന്ന കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. അവർക്ക് ഏറ്റവും ഉന്നതമായ വിജയം നൽകി മാനിക്കും. അവിടുത്തെ കൃപ കൊണ്ട് പാട്ടുകൾ പാടുവാനും ദൈവത്തെ ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ദൈവം ഞങ്ങൾക്ക് കൃപ നൽകും. ദൈവത്തിന്റെ വചനത്തിൽ ദൈവം ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. കർത്താവ് പറയുന്നത്, എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. യേശുവിന്റെ അടുക്കൽ വന്ന് ആശ്വാസം പ്രാപിച്ച് മടങ്ങുവാൻ കർത്താവ് സഹായിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹം ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് മനോഹരമായ സംസർഗവും കൂട്ടായ്മയും കാവലും നടത്തി നാം ഏവരോടും നമ്മെ കേൾപ്പിച്ചു വന്നിരുന്നു. നാം എടുത്ത തീരുമാനം ലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കൂടിയിരിക്കുമാറാണ്. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം